ஒளிபரப்பு கூட்டு ஸ்தாபனம் ஆசி சேவை. நேரம் 4:30 മറിലേക്കും മധ്യാഹ്നം 2-4 ഗണ്ടല 3-4 ഗണ്ടല വരേക്കും നമസ്കാരം പറയണു കരുണാകരൻ. ഞാൻ വെറുതെ ഓർത്തിട്ടുണ്ട് കുറക്കാലം പാലുവിന്റെ പേഷ്യന്റ് ആയിട്ട്. ഉറക്കം തീരില്ല എനിക്ക്. എന്നും പ്രോബ്ലംസ് തന്നെ പാലു. നിനക്കറിയില്ല, എന്റെ മനസ്സിൽ ഒരുപാട് ഭാരമുണ്ട്. ഓരോന്ന് ഓർക്കാതിരിക്കാൻ പിന്നെ ബോധം കിടുന്നത് വരെ കുടിക്കണം. നീ എനിക്കൊരാശ്വാസമായിട്ടുള്ളൂ. ശരിക്ക് പറഞ്ഞ നീ മാത്രമേ ഉള്ളൂ. ഭർത്താവായിട്ടൊരാളുണ്ട്, ഒരു ലേബൽ. ലീഗലായിട്ട് ഭർത്താവല്ലല്ലോ. ഇറങ്ങി പോകാൻ പറഞ്ഞാൽ ആ ദിവസം ഞാൻ ഇറങ്ങേണ്ടി വരും. ഒരു ജീവിതത്തിനിടയിൽ ഒരിക്കലെങ്കിലും സ്നേഹിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് നീയേ ഉള്ളു പാലു. ഏതെങ്കിലും രീതിയിൽ നിനക്കെന്നെ ഇഷ്ടപ്പെടാൻ പറ്റുമോ? ഏത് രീതിയിലായാലും എനിക്ക് പൂർണ്ണ സമ്മതമാ. പ്രായം കൊണ്ട് മുതിർന്നവളാ, മനസ്സ് പക്ഷേ. ഒരു മകനെ പോലെ നിങ്ങൾക്ക് എന്നെ കരുതാൻ പറ്റില്ലല്ലോ. എനിക്കൊരു അമ്മയായും. പാലു, നീ അല്ലെങ്കിൽ പറഞ്ഞു തരൂ, ആരാണ് എന്റെ അച്ഛനും അമ്മയും? എന്തിനു നിങ്ങൾ എന്നെ ദത്തെടുത്ത് വളർത്തി? ഓരോരുത്തർക്ക് കുരങ്ങളിപ്പിക്കാൻ വേണ്ടി ഏത് മഹാഭാവയാണ് എന്നെ പെറ്റിട്ടച്ചു പോയത്? സ്നേഹത്തിന്റെ കാര്യം എന്നോടാണ് പറയേണ്ടത്, ഒരു തരിമ്പ് സ്നേഹിക്കപ്പെടാത്ത എന്നോട്. ഹലോ, നീ ഇന്ന് ഹോസ്പിറ്റലിൽ പോകുന്നുണ്ടോ? ഇത്തിരി കഴിയുമ്പോ ഒന്ന് എസ്റ്റേറ്റ് വരെ പോകാന്ന് കരുതിയാ. നീ വരുന്നോ? വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. 11:30 ഒരു ഓപ്പറേഷൻ ഉണ്ട്, അതുകൊണ്ട്. അവിടെ വേറെ ഡോക്ടേഴ്സ് ഉണ്ടല്ലോ, നീ ഇന്ന് ലീവ് എടുക്ക്. ഇന്നിത്തിരി നേരത്തെ ചെല്ലണമെന്ന് പറഞ്ഞിരിക്കുക. നിനക്ക് എപ്പോഴും ഫ്രീ ആകാൻ പറ്റും? 2 ദിവസത്തേക്ക് ഇത്തിരി ബിസി കാണും, അത് കഴിഞ്ഞിട്ട് പോരെ? നിന്റെ സൗകര്യം നോക്കി ഇപ്പൊ എനിക്ക് പറ്റില്ല. പറ്റുമെന്ന് വെച്ചാ ഇപ്പൊ വരണം. എന്തായാലും ഒന്ന് ഫ്രീ ആകാൻ പറ്റില്ല. നെക്സ്റ്റ് സൺഡേയോ മറ്റോ. ഞാൻ വിളിക്കുമ്പോഴൊക്കെ നിനക്ക് ബിസിയാ. ഞാൻ കുളിക്കുമായിരുന്നു. നീ പോകുന്നുണ്ടെന്ന് ഹോസ്പിറ്റലിൽ? എനിക്ക് കംപ്ലീറ്റ് ഒരു ചെക്കപ്പ് വേണം. മേലാകെ ഒരു വേദന. ഇന്നലെ രാത്രിയിൽ ഞാൻ ഉറങ്ങിയിട്ടില്ല. അദ്ദേഹം കാലത്തെ എഴുന്നേറ്റ് എങ്ങോട്ടോ പോയതാ. നീ വേഗം കുളിച്ചിട്ട് വാ. ഞാൻ ഹോസ്പിറ്റൽ, അത് ഞാൻ വീട്ടിൽ വന്ന് ചെക്കപ്പ് ചെയ്യാം. ഞാൻ വെയിറ്റ് ചെയ്യാം. ഇരിക്കും.
വായിച്ചു. നീ കുളിച്ചു വാ. ഞാനിപ്പോ തന്നെ പുറത്തു പോവാ അർജന്റായിട്ട്. അത് സാരമില്ല, ഞാൻ ഇവിടെ തന്നെ ഇരിക്കാം. ആരാകത്ത്? അത് ഞാൻ. വേറെ ആരുണ്ട്? ആരുമില്ല. ആരുടെയും ശബ്ദം കേട്ടല്ലോ. ആ, അതെന്റെ ഫ്രണ്ടാണ്. ആരുമില്ലെന്ന് പറഞ്ഞിട്ട്? ഞാൻ മറന്നുപോയി. ആണോ പെണ്ണോ? ആണ്, എന്റെ ഫ്രണ്ട്. ഇട കള്ളാ നീ. ആന്റി പ്ലീസ്. ആരാണെന്ന് പറയടാ. ഡോക്ടർ ലത. അവളോ? ആ മിണ്ടാപ്പൂച്ചയോ? ആ, അത് തന്നെ. ഞാൻ മാരേജ് ചെയ്യാൻ പോകുന്ന കുട്ടി. നീ ആള് കൊള്ളാനല്ലോ. പ്ലീസ് ആന്റി. അമ്പട കൊള്ളാ. ആന്റിക്ക് എന്നോട് ഇത്തിരി എങ്ങനെ സ്നേഹമുണ്ടോ? ഒന്നും ആലോചിക്കാനില്ല ആന്റി, പ്ലീസ്. ഞാൻ കണ്ടു. ഇങ്ങനെ നോക്ക്.